എല്ലാവർക്കും മൈ ചാനൽ AGTയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജീവിതവും ബുദ്ധനും എന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മനുഷ്യൻ്റെ മാനസികാവസ്ഥ ചുരുങ്ങിപ്പോകുന്ന ഈ കാലഘട്ടത്തിലും നമ്മുടെ ഭൂമിയിൽ സ്നേഹത്തിൻ്റെയും നന്മയുടെയും ചില വ്യക്തിത്വങ്ങളിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത്തരം വ്യക്തികൾ ഭൂമിയിൽ ദൈവദൂതന്മാരെ പോലെ പല കാര്യങ്ങളും ചെയ്തു പോകുന്നതും കാണാം. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും നല്ല ഭാവങ്ങളും മോശം ഭാവങ്ങളും ഉണ്ട്. നന്മയെ വളർത്തിയാൽ ഭൂമി സ്വർഗമായി തീരുകയും തിന്മയെ വളർത്തിയാൽ ഭൂമിയിൽ നരകമായി മാറുകയും ചെയ്യും. സ്വർഗവും നരകവും എല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ്. ഓരോരുത്തരുടെയും മാനസികാവസ്ഥ പോലെ ഇരിക്കും അവരവരുടെ സ്വർഗവും അവരവരുടെ നരകവും. സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം നന്മകൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഭൂമിയിൽ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ലഭിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ചിലരൊക്കെ കരുതും ഒരു സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം സന്തോഷമാകും. ചിലർ കരുതും സൈക്കിൾ കഴിഞ്ഞാൽ ബൈക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പണം കിട്ടിയാൽ സന്തോഷം കിട്ടും. അത് കഴിഞ്ഞാൽ വിചാരിക്കും കല്യാണം കഴിച്ചാൽ സന്തോഷം കിട്ടും. അത് കഴിഞ്ഞാൽ വിചാരിക്കും കുട്ടികളായി കഴിഞ്ഞാൽ സന്തോഷം കിട്ടും. അത് കഴിഞ്ഞാൽ വിചാരിക്കും കുട്ടികൾ വണ്ണം വെച്ച് കഴിഞ്ഞാൽ സന്തോഷം കിട്ടും. ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം നമ്മളെ തേടി വരും. ഒരിക്കൽ പോലും നമ്മൾ സന്തോഷത്തിനെ പറ്റി സന്തോഷം നിമിഷ നേരം കൊണ്ട് തന്നെ മാഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളാണ് സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമില്ലായ്മയുടെ ഏറ്റവും വലിയ കാരണം. പണ്ട് കാലങ്ങളിൽ സന്യാസിവര്യന്മാരും പല മതങ്ങളും മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയും അവർ അതിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇന്നത്തെ കാലത്ത് സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. ആ ഒരവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയുസ് കൂടുതൽ കിട്ടൂ എന്നുള്ള ഒരു ബോധമോ അല്ലെങ്കിൽ ജീവിതം എത്ര നാളുണ്ടാകുമെന്നുള്ള ഒരറിവോ ഇല്ലാതെ ജനങ്ങൾ പലതിൻ്റെയും പിറകെ പോവുകയും അവസാനം ഉള്ള ജീവിതം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടേതായ ചിന്താഗതി മാറ്റിയില്ലെങ്കിൽ ജീവിതത്തിൻ്റെ താളം തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അത്യാർത്ഥികളും എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പല കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങൾ പോലും നിശ്ചലമായി പോകുന്ന ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങൾക്ക് വരെ വിലയില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞതുപോലെ ഓരോ മനുഷ്യനും അനുഭവങ്ങൾ വരുമ്പോഴാണ് ഓരോന്നിനെ പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചിലർ വിചാരിക്കും വലിയ വീടെടുത്ത് കഴിഞ്ഞാൽ സമാധാനം കിട്ടും. ആ വീടിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും ആർക്കും പുറം ലോകത്തിന് കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്.
മൊബൈൽ ഫോണിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ ജീവിതത്തിൽ പരസ്പരം ബന്ധങ്ങളും ആഴത്തിലുള്ള സ്നേഹബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇതും ഇന്നത്തെ കാലത്ത് ഇല്ലാതായി. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ബുദ്ധൻ്റെ ആശയങ്ങളും ബുദ്ധൻ്റെ ചിന്താഗതികളും വളരെയധികം മൂല്യവത്തായ ഒരു സംഭാവനയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നന്മയെക്കുറിച്ച് പഠിക്കുവാനും നന്മയെ മനസ്സിലാക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പഠനമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉയർച്ച. മൂല്യങ്ങളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ തന്നെ നമ്മുടെ ജീവിതം മറിയുക തന്നെ ചെയ്യും.